കർണ, ആദ്യമായാണ് എന്നെ ഒരാൾ ഇങ്ങനെ വഞ്ചിക്കുന്നത്. ദിവ്യമായ പല അടവുകളും നീ നീചമായാണ് എന്നിൽ നിന്ന് പഠിച്ചെടുത്തത്. നിന്നെ ഞാൻ ശപിക്കുകയാണ്. നിന്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞാൻ പഠിപ്പിച്ച പരിശീലനം നീ മറക്കും. നിന്റെ ഏറ്റവും വലിയ യുദ്ധത്തിൽ നീ അയോഗ്യനായി മാറും. ആ ശബ്ദം കർണനെ തിരികെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവന്നു. രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോയിരുന്നു. തേരാളിയെ സഹായിക്കാനായി അർജുനന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് കർണൻ താഴേക്കിറങ്ങി. പക്ഷേ കർണൻ വിചാരിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ടായിരുന്നു. അർജുന, ദയവായി അല്പസമയം കൂടി ക്ഷമിക്കൂ. ഉടനെ തന്നെ യുദ്ധം പുനരാരംഭിക്കാം. അർജുനൻ ആയുധം താഴ്ത്തി രഥത്തിലിരുന്നു. കൃഷ്ണൻ അർജുനനെ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി അർജുന? അല്ല, അത് ധർമ്മത്തിനെതിരല്ലേ? ആ ധർമ്മം ദ്രൗപദിക്ക് ലഭിച്ചോ? ആ ധർമ്മം അഭിമന്യുവിന് ലഭിച്ചോ? ഇല്ല, നമുക്ക് ലഭിക്കാത്ത ധർമ്മം നമ്മുടെ ശത്രുക്കൾക്കും വേണ്ട. കർണൻ അപ്പോഴും ശക്തമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും രഥത്തിന്റെ ചക്രം പുറത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. അന്നാദ്യമായി ദുര്യോധനന്റെ വിളി കർണൻ കേട്ടില്ല. സ്വന്തം മക്കൾ തമ്മിൽ തല്ലി ചാവരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട്. യുദ്ധത്തിൽ നിനക്ക് പാണ്ഡവരുടെ പക്ഷത്ത് നിന്നൂടെ? നിന്നെ ഞാൻ രാജാവായി വാഴിക്കും. അത് നിന്റെ ജന്മാവകാശമാണ്. മാതാവേ, ഈ ജന്മത്തിൽ അങ്ങയെ കാണുവാൻ പറ്റിയതിൽ ഞാൻ കൃതാർത്ഥനാണ്. പക്ഷേ എനിക്ക് ദുര്യോധനനെതിരായി നിൽക്കുവാൻ സാധിക്കില്ല. അതിപ്പോ ദൈവം വന്നിറങ്ങി പറഞ്ഞാലും അങ്ങനെയാണ്. പക്ഷേ ഞാൻ മാതാവിനൊരു വാക്ക് തരാം. എന്റെ സഹോദരന്മാരെ ഞാൻ വധിക്കില്ല. മാതാവിന് യുദ്ധം കഴിയുമ്പോൾ 5 മക്കൾ തന്നെയാവും ഉണ്ടാവുക. എനിക്ക് മക്കൾ 6 പുത്ര. പാണ്ഡവർ 5 പേരും മാതാവിനെ സൂക്ഷിച്ചു നോക്കി. ജനിച്ചപ്പോൾ മുതൽ അവന് ഒരു സംരക്ഷണവും ലഭിച്ചിട്ടില്ല. അവൻ അവന്റെ ആവശ്യവും വേണ്ടി വന്നിട്ടില്ല. ആരാണ് മാതാവേ? അദ്ദേഹം എവിടെയാണ്? കർണൻ. അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാണ്. സൂര്യപുത്രൻ വൈകർത്തനൻ.